ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് 2025 മാർച്ച് 11 ചൊവ്വാഴ്ചയാണ്. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ദിവസമാണ്. നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്നുള്ള. രാവിലെ തന്നെ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഇന്നത്തെ വാർത്തകളിലേക്ക് പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ആദ്യമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. 2008 മാർക്കറ്റിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അന്ന് ഏതെങ്കിലും രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വിദേശത്തൊക്കെ ഉണ്ടായിരുന്നവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു സംഭവമാണ് സാമ്പത്തിക മാന്ദ്യം എന്നുള്ളത്. ലോകം ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണോ പോകുന്നത് എന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ് ഇപ്പം എല്ലാ ന്യൂസിലും എല്ലാ സ്ഥലത്തും കാണുന്നത്. കാരണം ആ രീതിയിലുള്ള ഒരു പ്രതിസന്ധി എല്ലാ മേഖലയിലും നേരിടുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്ന റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെയാണ്. ഇത് ഏറ്റവും ആദ്യം ഞാൻ 2008 ലോക സാമ്പത്തിക മാന്ദ്യം നടക്കുമ്പോൾ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. എനിക്ക് ജോലിയൊന്നും നഷ്ടപ്പെട്ടില്ല, പക്ഷേ സാലറി ഡിലേ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏറ്റവും ആദ്യം റിഫ്ലക്റ്റ് ചെയ്യുക നമ്മൾ ലോക്കൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ടല്ലോ. അതായത് പ്രത്യേകിച്ച് കമ്പനിയൊന്നും ഉണ്ടാവില്ല, ഒന്നോ രണ്ടോ ആൾക്കാർ കൂടിയിട്ട് നടത്തുന്ന പരിപാടിക്ക് അവിടെ നിന്ന് സ്ഥലം വാങ്ങിച്ച് ഇവിടെ കൊടുക്കുക, ഇവിടെ നിന്ന് വാങ്ങിച്ച് അവിടെ കൊടുക്കുക എന്നുള്ളത്. അവരാദ്യം പണി നിർത്തി അങ്ങ് പോകും. അവരുടെ പണികളൊന്നും ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലിങ്സും, അതായത് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ ബ്രോക്കറായി നിന്നിട്ട് സ്ഥല കച്ചവടം, അതും കംപ്ലീറ്റ് അങ്ങനെയുള്ള ബ്രോക്കറേജ് കമ്മീഷൻ കിട്ടുന്ന പരിപാടികൾ ആദ്യം ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് നേരിടുക. അവർക്ക് ബിസിനസ് എങ്ങനെ നടക്കില്ല, ഒന്നും നടക്കുന്നില്ല എന്നുള്ള രീതിയിലൊരു സംസാരം വരും. പിന്നീട് അതങ്ങോട്ട് കൂടി റെൻ്റൽ ബിൽഡിങ്സിൽ ആളില്ലാത്ത ഒരവസ്ഥ വരും, അത് റെൻറ്റ് പെൻഡിങ് വരുന്നൊരവസ്ഥ വരും. ഇങ്ങനെയൊക്കെ വരുമ്പം ഇങ്ങനെയാണ് 2008 ആദ്യം ഇതിൻ്റെ ഒരു ലക്ഷണം കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് വലിയ മുതലാളിമാർ അവരൊന്നും തന്നെ പേയ്മെൻറ്റ് കൊടുക്കില്ല. ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുമ്പോൾ, ഞാൻ നാട്ടിലുണ്ടായിരുന്നു, ദുബായിലുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെയുള്ള വലിയ വലിയ പ്രൊജക്റ്റുകൾ കമ്പനികൾ തീർത്തു കൊടുത്താലും അതിൻ്റെ മുതലാളിമാർ പേയ്മെൻറ്റ് റിലീസ് ചെയ്യില്ല. അവിടെ അപ്പോൾ തന്നെ സാലറി സംഭവങ്ങൾ പെൻഡിങ് വരും, ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ എങ്ങോട്ട് ഒരു ട്രാൻസാക്ഷൻ ബാങ്കിൽ ലോണുകൾക്ക് പോയാൽ അതുണ്ടാവില്ല. മൊത്തത്തിൽ ഒരു വിഡ്രോവലിന് പോയി കഴിഞ്ഞാൽ ലിമിറ്റേഷൻ ഉണ്ടാവും, കംപ്ലീറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. മൊത്തത്തിൽ എവിടെയും ക്യാഷ് ഇല്ലാത്തൊരു അവസ്ഥ. അങ്ങനെ സംഭവം നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരാളേലും 5 പൈസ ഉണ്ടാവില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാട്ടിലിറങ്ങി ഒരു വായ്പ ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ കിട്ടില്ല. ഇതാണ് ഏറ്റവും ആദ്യം തിരിച്ചറിയുന്നത്. ഒന്ന്, ഈ ലോക്കൽ റിയൽ എസ്റ്റേറ്റിൽ ഒരു ഡീലിങ്സും നടക്കില്ല. അതേപോലെ നമ്മൾ ചുറ്റുവട്ടം തിരിമറി എന്ന് പറയുന്ന പരിപാടികൾ, അതൊന്നും ആരടുത്തും ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളടുത്തും പൈസ ഉണ്ടാവില്ല. എന്താ ഈ പൈസയൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് ഫസ്റ്റിൽ വരിക. സെക്കൻഡ് ലെവൽ പോകും, കോർപ്പറേറ്റ് ലെവലിൽ അവർ ടൈറ്റ് ചെയ്യും, അവർ പേയ്മെൻറ്റ് റിലീസ് ചെയ്യില്ല, അവരുടെ ഫണ്ട് മൊത്തം അവർ ഹോൾഡ് ചെയ്യും. ബാങ്കിലാണെങ്കിൽ റിലീസ് ചെയ്യാതെ ഹോൾഡ് ചെയ്യാൻ തുടങ്ങും. പേടികൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വന്ന് അവസാനം ഇതൊന്നും മുറുകി കഴിയുമ്പോൾ ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടും. വലിയ വലിയ കമ്പനികൾ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പോകും. കാരണം കറക്റ്റ് ടൈമിന് പേയ്മെൻറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനോ പറ്റാതെ അവരുടെ കോൺട്രാക്റ്റുകൾ ക്യാൻസലാവും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരും. അപ്പോൾ US ഓൾറെഡി ഇതിൻ്റെ ഒരു സിഗ്നൽസ് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി ആ രീതിയിലാണ് പോകുന്നത് എന്നാണ് അറിയുന്നത്. സോ നമ്മുടെ നാട്ടിൽ ചുറ്റുവട്ടത്തൊന്ന് നോക്കുക എന്താണ് അവസ്ഥ എന്നുള്ളത്. കേരളത്തിൽ ഒരു സാമ്പത്തിക മാന്ദ്യം ഓൾറെഡി ഉണ്ട്. കാരണം ഇവിടെ വരുന്ന കാശ് മുഴുവൻ നോർത്തിലേക്ക് പമ്പ് ചെയ്ത് പോവുകയാണ്. അത്രയും ജോലിക്കാർ കോടികൾ അങ്ങ് കൊണ്ടുപോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാഷ് ഫ്ലോ ഇഷ്യൂ ഇവിടെ ഉണ്ടാവും. അതല്ലാതെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓഹരി വിപണി ഇടിഞ്ഞു പോകുന്നതിനനുസരിച്ച് അത് ഈ ഓഹരി വിപണിയിൽ വളരെ പെട്ടെന്ന് കാണും ഈ ഒരു സംഭവം. അപ്പോൾ എന്തായാലും നോക്കാം, വരുന്നിടത്ത് വെച്ച് നമുക്ക് ഫേസ് ചെയ്യാന്നേ ഉള്ളൂ. വേറെ ഒളിച്ചോടാനൊന്നും ഒരു വഴിയുമില്ല. എന്ത് തന്നെ വന്നാലും ലോകത്ത് അത് നമ്മൾ ഫേസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ എലോൺ മസ്കിന് വളരെ എന്താ പറയുക, ഭയാനകമായ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ പറയുന്ന ഒരു ഡെഫിനിഷനിൽ എടുത്താൽ പോരാ. ഇത് ശരിക്കും അവരുടെ എല്ലാ സംഭവങ്ങളും ഹാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ നോക്കുകയാണ്. അപ്പോൾ അതിനെ തകരാറാക്കാൻ നോക്കണം. അങ്ങനെ ട്വിറ്റർ കുറച്ച് നേരം പണി മുടക്കിയിരുന്നു ഇന്നലെ. ദെൻ അത് ഒരു രാജ്യം, അല്ലെങ്കിൽ അത്രയും വലിയൊരു ഗ്യാങ് ആണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. 1 or 2 ആൾക്കാരല്ല, വലിയൊരു രാജ്യത്തിൻ്റെ അത്രയും പോകുന്ന ഒരു ഗ്യാങ് ആണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് ന്യൂസുകൾ പറയുന്നത്. സോ നോക്കാം എന്താണ് സംഭവിക്കുന്നത്. കാരണം ട്രംപിൻ്റെ പോളിസി ഭയങ്കരമായിട്ട് ലോകത്തിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയായാലും അതിനെതിരെ ഏത് രീതിയിൽ ഓരോ രാജ്യങ്ങളും പ്രതികരിക്കും എന്നുള്ളത് കണ്ടറിയാൻ തന്നെ വേണം. അതേപോലെ US ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അവരുടെ റിക്രൂട്ട്മെൻറ്റ്സ് പരിപാടികളെല്ലാം സ്റ്റോപ്പ് ചെയ്തതായിട്ട് ആണ് അറിയുന്നത്. കാരണം നമ്മുടെയൊക്കെ പേടി
സാമ്പത്തിക മാന്ദ്യം വരുന്നുണ്ടോ എന്നൊരു ഭയം തന്നെയാണ് അവിടെയൊക്കെ മുന്നിൽ നിൽക്കുന്നത്. ചൈന US-നെതിരെ 15% എന്താ പറയുക ടാക്സ് ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ US-ൻ്റെ ടാക്സിന് ചൈന അങ്ങോട്ടും ടാക്സ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്നത് ഈ ടാക്സിൻ്റെ കളികളിൽ പാവപ്പെട്ട കർഷകരും സാധാരണക്കാരൊക്കെ ആയിരിക്കും. കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ് ഇതിനകത്ത്, അവർക്കാണ് വില വർധനവ് ബാധിക്കുക. ദെൻ US സ്റ്റോക്ക് മാർക്കറ്റ് പതിവ് പോലെ ഇടിഞ്ഞ് $4 ട്രില്യൺ അവർക്ക് ട്രംപ് ഈ പോളിസി കൊണ്ടുവന്നതിന് ശേഷം, അല്ലെങ്കിൽ അയാളുടെ നികുതി ഭേദഗതികൾ മുന്നോട്ട് വെച്ചത് മുതൽ $4 ട്രില്യൺ അമേരിക്കൻ മാർക്കറ്റിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് ട്രംപും കൂട്ടരും അതിൻ്റെ 4 ഇരട്ടി ഉണ്ടാക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറത്ത് നഷ്ടപ്പെടുന്നത് ലോകത്തെ മറ്റു രാജ്യങ്ങൾക്കായിരിക്കും. ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്ന സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ഇൻഡ് ബാങ്ക്, ദെൻ ഹിറ്റാച്ചി എനർജി, NTPC, സിൻജിൻ, MSTC, HEG, അനുപം രസായൻ, നെക്ടാർ ലൈഫ്, ഇൻഡോക്കോ റെമഡീസ്, ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ലിസ്റ്റ് ചെയ്ത് കണ്ടിരുന്നത്. ദെൻ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു സിസ്റ്റമാറ്റിക് ട്രേഡിങ്ങിൻ്റെ പരിപാടികൾ എങ്ങനെയാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്ത് നോക്കുക. ഇന്നലെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്ന അടിപൊളിയായിരുന്നു. 12 പേരാണ് ഉള്ളത്. 15 പേര് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ 12 പേര് മാത്രമാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് അതിൻ്റെ പ്രാക്ടിക്കലാണ്, ലൈവ് മാർക്കറ്റിൽ പ്രാക്ടിക്കലാണ്. ഇന്നലെ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു 6 മണി വരെ. ഇന്നിപ്പോൾ 9 മണി മുതൽ 1 മണി വരെയാണ് ഇന്നത്തെ സെഷൻ. എന്തായാലും വളരെ മികച്ച റെസ്പോൺസ് ആണ് കിട്ടിയത്. എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് ഫർദർ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ എല്ലാം റെഡാണ്. US മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെഡിലാണ് പോകുന്നത്. FTS യൂറോപ്യൻ മാർക്കറ്റും റെഡിലാണ്. ഏഷ്യൻ മാർക്കറ്റിൽ എനിക്ക് ചൈനയുടെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട്, അത് അപ്ഡേറ്റ് വരുന്നില്ല. ഈ ജപ്പാൻ്റെ മാർക്കറ്റ് റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 22,494 22,500 പൊട്ടിയിട്ടുണ്ട്. പക്ഷേ അത് പൊട്ടിയെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതിൻ്റെ തൊട്ട് താഴെ. ഇന്ന് ഓപ്പൺ ആയത് 22,368 126 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത്. ഞാനൊരു 3-4 ദിവസം മുൻപേ പറഞ്ഞത് എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല. കാരണം ഞാൻ പറഞ്ഞു അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യണം. കാരണം ഒന്നുകൂടി ഇത് നോക്കി 22,500 പ്രോപ്പർലി സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ 22,000 പൊട്ടി താഴെ പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് ഒത്തിരി മെസ്സേജസ് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്നു. അതുപോലെ ഇന്നലെ എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ 2-3 ദിവസമായിട്ട് കിട്ടുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ലോങ് ടേമിൽ ഒത്തിരി പേര് ഒന്നിച്ച് കൂടിക്കൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന ഒരു ടോപ്പിക്കിൽ ഒരു ഡിസ്കഷൻ, ഒരു ഗൂഗിൾ മീറ്റ് സംഘടിപ്പിക്കാൻ പറ്റുന്നത്. അതിന് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള എന്തെങ്കിലും പ്ലാനുകളുള്ളവർക്ക്, അതായത് ഒരാൾ പെർ ഹെഡ് 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ പോലും വളരെ മികച്ച രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒരു കമ്പനി ഫോർമേഷനോ കാര്യങ്ങളോ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അങ്ങനെ ഒരുപാട് സാധ്യതകൾ അവിടെയുണ്ട്. അതൊരു 1 വർഷം അല്ലെങ്കിൽ 5 വർഷം ടൈം പീരീഡിൽ എത്ര ഗ്രോത്ത് കിട്ടും എന്നതിനനുസരിച്ച് പിന്നീട് മുന്നോട്ട് അതിനെ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരാനും പറ്റും. സോ പ്രൂവൺ റെക്കോർഡ്സ് ഉള്ളതാണ് ഈ സംഭവങ്ങൾക്കെല്ലാം, ഒരുപാട് പേര് ചെയ്യുന്നതുമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ദയവായിട്ട് ഇതിൻ്റെ താഴെയുള്ള വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ദെൻ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 22,368 ഇപ്പോൾ കറൻ്റ് ട്രേഡ് നടക്കുന്നത് 22,325 ഒരു അരമണിക്കൂർ മുമ്പുള്ള ഡാറ്റയാണ് ഇത്. 43 പോയിന്റ് നെഗറ്റീവിലാണ്. ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും ഏകദേശം 140 പോയിന്റോളം താഴോട്ടാണ് പോയിട്ടുള്ളത്. ദെൻ ഗോൾഡിൻ്റെ പ്രൈസ് സെയിം ഇന്നലത്തെ അതേ രീതിയിൽ തുടരുന്നു. ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞിട്ടുണ്ട്. 87 രൂപ 33 പൈസയാണ് ഒരു US$. ഇന്നത്തെ വിനിമയ നിരക്ക്. ഗ്ലോബൽ ഇവൻസിലേക്ക് പോവുകയാണെങ്കിൽ ഓസ്ട്രേലിയ വെസ്റ്റ് പാക്ക് കൺസ്യൂമർ കോൺഫിഡൻസ്, ജപ്പാൻ GDP ഗ്രോത്ത് റേറ്റ് ഇയർ ഓൺ ക്വാർട്ടർ ടു ക്വാർട്ടർ, ഓസ്ട്രേലിയ NAB ബിസിനസ് കോൺഫിഡൻസ്, USA JOLTS ജോബ് ഓപ്പണിങ്സ്, ഇത്രയും ഈവൻറ്റുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളൊന്നും ലിസ്റ്റ് ഔട്ട് ചെയ്ത് എനിക്ക് കിട്ടിയില്ല. ചിലപ്പോൾ ഞാൻ എടുക്കുന്ന സോഴ്സിൽ പ്രശ്നം ഉണ്ടായിരിക്കാം, ഞാനത് പരിശോധിക്കാം. FNO ബാനിൽ വന്നിരിക്കുന്നത് BSE ബാനിലാണ്, മണപ്പുറം ബാനിലാണ്, അതേപോലെ ഹിന്ദ് കോപ്പർ 3 സ്റ്റോക്കുകളാണ് ഇപ്പം FNO ബാനിൽ വന്നിരിക്കുന്നത്.
ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 485 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 263 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ചെയ്തത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 221 കോടിയുടെ സെല്ലിംഗ് ആണ് ഇന്നലെ നടന്നത്. ഇന്നലെ മാർക്കറ്റ് ശ്രദ്ധിച്ചവർക്കറിയാം ഒരു 2.25 വരെയും ഒരു 2.25 വരെയൊക്കെ പ്രത്യേകിച്ച് ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ സൈഡ് വൈസ് പോയിക്കൊണ്ടിരുന്നതാണ്. അതിനുശേഷം ചെറിയൊരു ഡൗൺ മൂവ്മെൻറ്റ് കിട്ടി. പക്ഷേ അത് എൻട്രി വരുമ്പോഴത്തേനും മാർക്കറ്റ് ടൈം തീരുകയും ചെയ്തു. അതുകൊണ്ട് ഇന്നലെ ഒന്നും കിട്ടിയില്ല. ഇന്ന് മോസ്റ്റ് പ്രോബബ്ലി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. ഇനി സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓട്ടോ, ബാങ്ക്, ഫിനാൻസ്, IT, മീഡിയ, മെറ്റൽ, ഫാർമ, PSU ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, റിയാലിറ്റി എല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. FMCG 0.22% ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ETF വരികയാണെങ്കിൽ നിഫ്റ്റി ബീസ് എല്ലാം തന്നെ എല്ലാ ETF നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബീസ് 0.5% ഒരു, അതേപോലെ ബാങ്ക് ബീസ് 0.74%, ഓട്ടോ ബീസ് 1.22% ഒക്കെ ഇടിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒരു നിക്ഷേപത്തിനുള്ള ഒരു സാധ്യതയായിട്ട് കണക്കാക്കുന്നവർക്ക് വളരെ മികച്ച അവസരങ്ങളാണ് അവരുടെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്തത് 22,552-ലാണ്. 30 പോയിന്റിൻ്റെ മുന്നേറ്റമാണ് നിഫ്റ്റിയിൽ കിട്ടിയത്. 0.14%. കറൻ്റ്ലി ഈ ആഴ്ച നോക്കുകയാണെങ്കിൽ 30 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ്. ഈ മാസത്തേക്ക് 357 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ദെൻ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പോസിറ്റീവിലാണ്. ഫിൻ നിഫ്റ്റി, ബാങ്ക് എക്സ് ഇത്രയും ഇൻഡെക്സുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് മിഡ് ക്യാപ്പ് ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ദെൻ ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റയിലേക്ക് പോവുകയാണെങ്കിൽ PCR 0.8 ആണ്. ഇതൊരു ന്യൂട്രൽ മോഡലാണുള്ളത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 22,700. കോൾ സൈഡിൽ 22,700 ഓരോ കോടി 2 ലക്ഷമാണ് അവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആയിരിക്കുന്നത്. ഹയസ്റ്റ് പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 22,000-ൽ 94 ലക്ഷമുണ്ട്. എന്തായാലും കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് കൂടുതൽ പേരും ചിന്തിക്കുന്നത് മാർക്കറ്റ് താഴോട്ട് പോകും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യ വിക്സ് 13.47-ലാണ് വന്ന് നിൽക്കുന്നത്. സ്പോട്ട് പ്രൈസ് 22,552-ലാണ്. ഇനി CPR-ലേക്ക് പോവുകയാണെങ്കിൽ സിംഗിൾ ലൈൻ CPR ആണ്, അതായത് നാരോ CPR ആണ് ഇന്ന് വന്നിരിക്കുന്നത്. നോ ട്രേഡ് സോൺ ബ്രേക്ക്ഔട്ട് 22,560-ലും ബ്രേക്ക് ഡൗൺ 530-ലുമാണ്. 30 പോയിന്റിൻ്റെ ഒരു നോ ട്രേഡ് സോണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 22,560 കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 22,714 വരെ മാർക്കറ്റ് കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതല്ല 22,530 കട്ട് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ 22,391 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 140 പോയിന്റിൻ്റെ ഹയർ സൈഡ് അല്ലെങ്കിൽ ലോവർ സൈഡ് ഒരു 140 പോയിന്റോളമുള്ള ഒരു മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നാരോ CPR-ഉം കൂടി ആകുമ്പോൾ ഒരു നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഈ ആഴ്ച നമുക്ക് വെള്ളിയാഴ്ച ഹോളിഡേ ആണ്, ഹോളിയാണെന്ന്. അതുകൊണ്ട് ഇനി നാളെയും കൂടെ ഉള്ളൂ. ഇന്ന് ചൊവ്വ, നാളെ ബുധൻ, വ്യാഴം 2 ദിവസം കൂടി ഉണ്ട് ഇന്ന് കൂടാതെ. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണ് വാർത്തകളുള്ളത്. അപ്പോൾ പരമാവധി ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാം തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഈ ചാനൽ ഇതുവരെയും ഈ ലെവലിലേക്ക് വന്നിട്ടുള്ളത്. എന്തൊക്കെ മാറ്റങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എല്ലാം തന്നെ ഏറ്റവും ലാസ്റ്റ് കിട്ടിയൊരു അപ്ഡേറ്റാണ്. പ്രസൻറ്റേഷൻ കുറച്ചുകൂടി നന്നാക്കണം എന്നുള്ളത് എനിക്ക് എൻ്റേതായ രീതിയിൽ മാത്രമേ സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. എങ്കിൽ കൂടി ഇവിടെ വിഷ്വൽ പ്രസൻറ്റേഷൻ ഞാൻ കുറച്ചുകൂടി നന്നാക്കാൻ വേണ്ടിയിട്ട് പരമാവധി അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ലിങ്ക് ഉണ്ട്. കോപ്പി ട്രേഡിൽ ജോയിൻ ചെയ്യുന്നവർക്കും അത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.